നമ്മളിപ്പോ നിൽക്കുന്നത് മൂന്നാറിലെ ഒരു സ്ഥലത്താണ്, കുണ്ടളത്താണ്. കുണ്ടളത്തിന്റെ ദൃശ്യം എന്ന് വെച്ചാൽ ഈ മനോഹരമായ മരങ്ങളാണ് കുണ്ടളത്തിന്റെ പ്രത്യേകത. ഇതിനുശേഷം ഈ മരത്തിന്റെ താഴ്വാരയിലേക്ക് നമുക്ക് നടന്ന് ചെന്ന് കഴിഞ്ഞാൽ വളരെ സാഹസമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അങ്ങോട്ട് യാത്രയാവാം. പ്രദേശമാണ് ഈ പ്രദേശം. 5 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിച്ച ഒരു സ്ഥലമാണ് ഈ സ്ഥലം. വളരെ ഭീകരാവസ്ഥ, അപകടത്തിൽ മരിച്ച ഒരു സ്ഥലമാണിത്. പാറപ്പടത്തിൽ 2 പേർ തയ്യാറായിട്ട് വന്നിട്ട് അല്ല അപ്പൊ നമുക്ക് ആ ദൃശ്യത്തിലേക്ക് അവർ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് പോവാം. അങ്ങോട്ടൊക്കെ അടിപൊളി. ഈ നിൽക്കുന്ന ജീവിയുടെ പേരാണ് ജിറാഫ്. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു ജീവിയാണ്. ഈ ജീവിയുടെ വലിയ പ്രത്യേകത ഈ ജീവി നേരെ ഓടത്തില്ല, വളഞ്ഞാണ് ഓടുന്നത്. അങ്ങനെ വളരെ മനോഹരമായ ഒരു ജീവിയാണ്. നമുക്ക് ആ ജീവിയുടെ അടുത്തേക്ക് നടക്കാം. എത്ര? 50 രൂപ 4 പേർക്കാ? കേട്ടോ, പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് എവിടെ പോകുന്നടാ വളർന്ന് ആകാശത്ത്? കാട്ടിൽ നിന്നൊരു പുലി ഇറങ്ങിയിട്ടുണ്ട്. ആ പുലിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ പുലിയെ കൊന്ന് അതിന്റെ തോലെടുത്ത് ഡമ്മി ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ കാണാൻ നമുക്ക്. ഈ തോക്ക് പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് എത്ര? ഇതാണ് ആ വിചിത്രമായ ജീവി. ഈ ജീവി വളരെ കാലം മുമ്പ് 2 പേരെ കൊന്ന് ഒരു പുലിയാണ്. ആ പുലിയെ പിന്നെ വേട്ടയാടി കൊന്ന് അതിന്റെ തോലെടുത്ത് ഡമ്മി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ആ പുലിയെ പിടിച്ച വേട്ടക്കാരനാണ്. സാർ, താങ്കൾ എങ്ങനെയാണ് ഈ പുലിയെ പിടിച്ചത്? എങ്ങനെയാണ് സാർ ഈ പുലിയെ പിടിച്ചത്? അത് സാഹസികമായി എങ്ങനെയാണ് പിടിച്ചത്? പുലിയുടെ മേളിലേക്ക് ചാടി വീഴുകയായിരുന്നു. വളരെ വിദഗ്ധമായ രീതിയിൽ കീഴ്പ്പെടുത്തി. താങ്കൾ ഈ പുലിയുടെ തദ്ദേശീയയിൽ അമർത്തി പിടിച്ചാണ് ഇതിനെ നിലയ്ക്ക് നിർത്തിയെന്ന് പറയുന്നത് ശരിയാണോ? അതോ താങ്കൾ ഇതിനെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു? അതോ ഇതിനെ മൂത്രത്തിൽ പിടിക്കുകയായിരുന്നു? താങ്കൾ എവിടെയായിരുന്നു പിടിക്കുന്നത്? അത് പിന്നെ അവസരത്തിൽ പറയാം. ഈ അവസരത്തിൽ എന്താണ് താങ്കൾക്ക് ഉദ്ദേശിച്ചത്? താങ്കൾ സത്യം പറയാൻ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്? എന്തുകൊണ്ട് മാറത്തില്ല? എന്തായാലും ആ സമയത്ത് പുലിക്ക് ജീവനില്ലാത്തത് വളരെ വെടിവെക്കാനായിട്ട് നമ്മുടെ വേടൻ കണ്ണ മൂത്ത വേടൻ ഉന്നം പിടിക്കുകയാണ്. ആ മൂത്ത വേടൻ വെടിവെക്കാനാ. മാറാ അനസ്, അവിടെ നിന്ന് മാറാ ചെയ്യാൻ മാറാ. മൂത്ത വേടൻ ഒരെണ്ണം പൊട്ടിച്ചിരിക്കാണ്. അതെ, നീ ഇവിടെ വെക്ക. അടുത്തതായി ഇളയ വേടൻ എത്തിയിരിക്കുകയാണ്. ആ വേടൻ എന്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ആ വേടന്റെ വെടി പാഴായി. അടുത്ത ശിങ്കാരി ശംഭു എത്തിയിരിക്കുകയാണ്. ശിങ്കാരി ശംഭു ഉന്നം പിടിക്കുകയാണ്. ശിങ്കാരി ശംഭുവിന് എന്തുകൂടെ സംഭവിക്കുക? ശിങ്കാരി ശംഭു വിചിത്രമായി ഉന്നം പിടിക്കുകയാണ്. ഓ, ശംഭുവിന്റെ വെടി പാഴായി. നീ മഹാനവറുകൾ വന്നിരിക്കുകയാണ് വെടിയൊക്കെ. തടിയനായ വേടൻ വല്ലതും പൊട്ടൂടെ ഇതിനകത്ത്.
ആ എന്നാ വെടി വെക്ക് அந்த ஏம் தானே கரெக்ட் டைம் വെക്കടാ വെടി വെക്കടാ വെടി വെക്കടാ വെടി ഇതിനാണ് ഇത്ര